ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. ഇവിടെ നല്ല മഴയാണ്. രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ ഇച്ചിരി മഴ കുറവുണ്ട്, എന്നാലും ശക്തിയായ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മഞ്ഞുമാണ്. അപ്പോൾ ഞാനിതാ ഇന്നലെ കുറച്ച് പണിയായിരുന്നു കേട്ടോ. ഇന്നലെ ഞാൻ ഇച്ചിരി മണ്ണൊക്കെ നിറച്ച് ചട്ടിയിൽ ഇച്ചിരി പൂക്കളൊക്കെ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 2-3 ആഴ്ച ആകുമ്പോഴത്തേനും എല്ലാം ഉഷാറായി വരും. അപ്പോൾ ഇപ്പോൾ പച്ചക്കറിയൊന്നും നടാൻ പറ്റില്ലല്ലോ, മഴയായതുകൊണ്ട് എല്ലാം ചീഞ്ഞു പോകുന്നതല്ലേ. അതുകൊണ്ട് ഇച്ചിരി പൂച്ചെടിയൊക്കെ നട്ടുപിടിപ്പിക്കാമെന്ന് വെച്ചു. ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ നോട്ടക്കുറവായതുകൊണ്ട് എല്ലാം നോക്കാനുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ട് എല്ലാം പോയി. ഇപ്പോൾ രണ്ടാമത് ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കണു. അത് കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റ പാടെ നമ്മളൊരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കി. ചേട്ടായി ഞാൻ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് എന്നിട്ട് വേണം കിച്ചണിലേക്ക് കയറാൻ. മക്കൾ രണ്ടാളും നല്ല ഉറക്കമാണ്. ഇനി എല്ലാം വീടൊന്ന് തുടയ്ക്കണം. തുടച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കിച്ചണിലേക്ക് കയറണത്. അപ്പോഴത്തേനും ആദ്യം ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചു കിച്ചണിലേക്ക്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദോശയും പിന്നെ ചട്നിയും. ഇന്നൊരു സ്പെഷ്യൽ ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. തുവയലെന്ന് പറയും, ഇവിടെ തമിഴ്നാട്ടിൽ തുവയൽ എന്ന് പറയും. മലയാളീസിന് അറിയുമെന്ന് അറിഞ്ഞൂടാ. ഇത് വന്നിട്ട് നമ്മൾ ഉണക്കമുളകും ക്യാരറ്റ്, തേങ്ങ, പിന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ചട്നിയാണ്. നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ഉണക്കമുളകും ഇട്ടിട്ട് അത് ഇതായി കഴിയുമ്പോഴത്തേനും ഈ ക്യാരറ്റും തക്കാളിയും വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് എണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോഴത്തേനും അതിൻ്റെ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ മിക്സിയിൽ അടിച്ച് കഴിഞ്ഞിട്ട് എന്നിട്ട് ചമ്മന്തിയായിട്ട് തൊട്ട് കൂട്ടാൻ സൂപ്പറായിരിക്കും കേട്ടോ. ഈ മക്കൾക്കൊക്കെ ക്യാരറ്റ് തോരൻ വെച്ച് കൊടുത്താലൊന്നും കഴിക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചട്നി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് ഇങ്ങനെ നല്ല റോസ്റ്റ് മുരിച്ചെടുത്ത് നല്ല റോസ്റ്റും അതിൻ്റെ കൂടെ ഈ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ മക്കൾ കഴിച്ചോളും. അപ്പോൾ ദോശ ഈ മക്കൾ എണീക്കുമ്പോൾ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോഴത്തേനും അതിൻ്റെ ചോറിനുള്ള വെള്ളം നല്ല തിളച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അരി ഇടാമെന്ന് ഓർത്തു. അപ്പോൾ അരി ഇട്ട് കഴിഞ്ഞാൽ അത് 1 മണിക്കൂറൊക്കെ ആവണം വേകാൻ. അപ്പോൾ അതവിടെ കിടന്ന് വെന്തോളും. അപ്പോഴത്തേനും മക്കളൊക്കെ എണീക്കുമ്പോഴത്തേനും മക്കളെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അപ്പൂസ് എണീറ്റ് കഴിഞ്ഞാൽ അവനെല്ലാം പല്ല് തേപ്പിച്ച് കഴിക്കാൻ കൊടുത്ത്. അപ്പോഴത്തേനും പിന്നെ മോൾ എണീറ്റ് അവളെ പല്ല് തേപ്പിച്ച് അവൾ പിന്നെ സ്വന്തം കഴിച്ചോളും. ചിലപ്പോൾ ഒരു വാശിയാണ്, ചെറുതല്ലേ, വാരി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾക്കും ചിലപ്പം വാരി കൊടുക്കണം. അതിനിടയ്ക്ക് നമ്മൾ കഴിച്ചാൽ കഴിച്ചു എന്ന് പറയാം, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ. പിന്നെ ഉച്ചയ്ക്ക് കറിക്ക് കൂണ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് കൂണ് കറി വെക്കാതെ ഓർത്തു. പിന്നെ ബീൻസ് ഉണ്ട്, അത് തോരനും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ പ്ലീസ്.